ഈ ഹൈ സൾഫർ ഫ്യൂൽ ഓയിലാണ് ഈ കാർഗോയിലുള്ളതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്യൂവലാണ് ഈ സൾഫർ ഫ്യൂൽ ഓയിൽ. അത് ഹൈ സൾഫർ ഫ്യൂൽ ഓയിൽ എന്ന് പറയുന്നത് പരിസ്ഥിതിക്കും മനുഷ്യനും ദോഷകരമാകുന്നതെന്നാണ് ഗൂഗിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അതായത് ഈ കൂടുതലും ഈ സമുദ്ര മാരിടൈമിൽ ഈ തരം ഓയിലുകളാണ് ഉപയോഗിക്കാറുള്ളത്. അത് ഈ LSFI ലോ സൾഫർ ഫ്യൂൽ ഓയിലുമുണ്ട്, ഹൈ സൾഫർ ഫ്യൂൽ ഓയിലുമുണ്ട്. ഈ ഹൈ സൾഫർ ഫ്യൂൽ ഓയിലാണ് ഇപ്പോൾ ഈ കടലിൽ പതിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഒരു അപകട സാധ്യത, ഒരേ സമയം പരിസ്ഥിതിക്കും മനുഷ്യനും ദോഷമാകുന്ന തരത്തിൽ. പക്ഷേ ഇത് സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അത് സംബന്ധിച്ച കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും അതുതന്നെയാണ്. ഇത് സംബന്ധിച്ച് കൂടുതൽ അപകട സാധ്യത മുന്നിൽ കണ്ടു തന്നെയാണ് നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യനും പ്രകൃതിക്കും ഒരുപോലെ തന്നെ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇക്കാര്യം പൊതുജനങ്ങളിലേക്ക് എത്തണം എന്ന നിർദ്ദേശവുമായി മുന്നോട്ട് വന്നത്. ഏതായാലും ഇക്കാര്യം പൊതുജനങ്ങൾ കാര്യമായ രീതിയിൽ തന്നെ ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. വെരി ലോ സൾഫർ കണ്ടന്റ് അടങ്ങിയ വസ്തുക്കളാണ് എന്നാണ് ശേഖർ കുര്യാക്കോസ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അപൂർവമായി കാണുന്ന എന്ത് വസ്തുവാണെങ്കിലും അത് സ്പർശിക്കാനോ അതിൻ്റെ അടുത്തേക്ക് പോകാനോ പാടില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് വിഴിഞ്ഞത്ത് നിന്ന് പോയ കപ്പലാണ് എന്നതാണ് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ ഈ കപ്പലുമായി ലഭിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. കപ്പലിന് അപകടം പറ്റി എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെയും വരുന്നുണ്ട്. പക്ഷേ അതിലൊന്നും തന്നെ ഒരു വ്യക്തത അല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും തന്നെ സ്ഥിരീകരിക്കാൻ അത് തന്നെയാണ് വലിയ വ്യക്തത പല കാര്യങ്ങളിലും വരേണ്ടതുണ്ട്. ഈ കപ്പൽ വിഴിഞ്ഞത്ത് നിന്ന് പോയതാണ്. MSCയുടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലാണ്. വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയത് MSC എൽസ 3 എന്ന കപ്പലാണ് ചരിഞ്ഞതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല മറിഞ്ഞ കണ്ടെയ്നറുകൾ, കടൽ വീണ കണ്ടെയ്നറുകൾ വടക്കൻ തീരത്തേക്ക് പോകാനാണ് സാധ്യതയെന്നാണ് വിവരം. പക്ഷേ നേരത്തെ ശേഖർ കുര്യാക്കോസ് പറഞ്ഞതുപോലെ തന്നെ ഒരു പക്ഷേ ഇത് തെക്കൻ തീരത്ത്, കേരള തീരത്ത് നിന്ന് മാറിപ്പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. പക്ഷേ മത്സ്യത്തൊഴിലാളികളും തീരത്തുള്ളവരും ഒരു കാരണവശാലും തീരത്തടയുന്ന കണ്ടെയ്നറുകളിലോ എണ്ണപ്പാട കണ്ടാലോ അങ്ങോട്ട് പോകരുതെന്നുള്ള നിർദ്ദേശമാണല്ലോ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മനസ്സാ തീർച്ചയായും സാധ്യതകൾ 1, 2, 3 ഒക്കെയുണ്ട്. അതായത് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്, കേരള തീരത്ത് അടിയാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ കേരള തീരത്ത് അടിയും എന്ന നിർദ്ദേശം ആണ് നൽകിയിരിക്കുന്നത്. അത് വടക്കൻ കേരള തീരത്തായിരിക്കും അടിയുക എന്ന നിർദ്ദേശവും നൽകുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു പ്രയാസം അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു സാധ്യത മാത്രമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ എല്ലായിടത്തും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് മാത്രമാണ് ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് പങ്കുവെക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ കോസ്റ്റ് ഗാർഡിനാണ് ലഭ്യമാവുക. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഗാർഡിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അതത് നിമിഷങ്ങളിൽ ഈ വിവരങ്ങളൊക്കെയും തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശേഖർ കുര്യാക്കോസ് മാധ്യമങ്ങളോടും ഇക്കാര്യം പറഞ്ഞത്. ഈ വിവരം പൊതുജനങ്ങളിലേക്ക് എത്തണം, തീരദേശവാസികളിലേക്ക് എത്തണം, മത്സ്യത്തൊഴിലാളികളിലേക്ക് എത്തണം, വിനോദസഞ്ചാരികളിലേക്ക് എത്തണം. ഇപ്പോൾ കടലാക്രമണ ഭീഷണിയൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും കേരള തീരത്ത് മത്സ്യബന്ധന വിലക്കും തുടരുകയാണെങ്കിൽ കൂടിയും ചില ആളുകൾ ഇപ്പോഴും കേരള തീരത്ത് ബീച്ചുകളിലൊക്കെയും തന്നെ പോകുന്ന സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു കാര്യം കൂടി ഗൗനിച്ചാണ് ഇത്തരത്തിൽ കേരള ബീച്ചുകളിലേക്കും അതോടൊപ്പം തന്നെ കടലിലേക്ക് പോകുന്ന എല്ലാവരും തന്നെ കാര്യമായ രീതിയിൽ ശ്രദ്ധിക്കണമെന്ന അറിയിപ്പ് നൽകുന്നത്.